ഏറ്റവും സ്നേഹമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി വന്നിട്ട് എനിക്ക് ഏറ്റവും ബാധ്യത ആരോട് ചോദിച്ചിട്ട് റസൂൽ 3 തവണ എന്താ പറഞ്ഞു? ഉമ്മ. പ്രത്യേകിച്ച് ചെറിയ പ്രായമാകുമ്പോൾ ഉമ്മാർക്ക് സ്നേഹം കൂടും. ചെറിയ പ്രായമുള്ള കുട്ടികളാകുമ്പോൾ ഉമ്മാർക്ക് സ്നേഹം കൂടും. അതൊരിക്കലും മറ്റുള്ള കുട്ടികൾക്ക് ചില കുടുംബത്തിലൊക്കെ കാണാം, ചില മൂത്ത കുട്ടിയുണ്ട്, ചെറിയൊരു കുട്ടിയോട് ഉമ്മാർക്ക് സ്നേഹം കൂടിയാൽ ചെയ്യും, എന്നെ തീരെ പരിഗണിക്കില്ല, എന്നൊന്നും നോക്കില്ല എന്ന് പറയും. അതൊരിക്കലും ഉമ്മാർക്ക് ബാക്കിയുള്ള മക്കളോട് സ്നേഹം ഇല്ലാതെ നോക്കില്ല. പക്ഷെ പൊതുവെയുള്ള ഒരു പ്രകൃതമാണ്, മനുഷ്യ പ്രകൃതമാണ്. ചെറിയ കുട്ടികളോട് മനുഷ്യർക്ക് സ്നേഹം കൂടും അല്ലേ? ചെറിയ കുട്ടീനെ ആ കുട്ടിയെ നമ്മൾ വിളിക്കുക, വലിയ കുട്ടീനെ വന്നിരിക്കും മടിയിലിരിക്കുന്നു പറയുന്നില്ല. ചെറിയ കുട്ടികളോട് സ്നേഹം കൂടുതൽ. ഒരു ഉമ്മയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം വരുന്ന സമയമാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു പ്രായം ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ഏറ്റവും മാതാക്കൾ വളരെ ഗൗരവത്തിൽ നോക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയമുണ്ട്. പക്ഷേ ആ സമയത്ത് ലോകം അവസാനിക്കുമ്പോൾ അവര് അത് വിട്ടേച്ച് അവരെ അന്തം വിട്ടു പോകുന്ന അവർ മുലയൂട്ടുന്ന കുട്ടികളുടെ വിഷയത്തിൽ അവർ അശ്രദ്ധരായി പോകുന്ന ഒരവസ്ഥയാണ്. അത്രയും ഗൗരവമാണ് ആ ഒരു സമയം. ആ സമയത്ത് എല്ലാ ഗർഭം ചുമന്ന അവർ പ്രസവിക്കും. എല്ലാ ഗർഭിണികളും പ്രസവിക്കുന്ന ഒരു സമയം, അഥവാ പ്രസവിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഞാൻ പ്രസവിക്കുന്നത്. പക്ഷേ ലോകാവസാനത്തിന്റെ സമയത്ത് ആ സമയമെത്താത്ത സ്ത്രീകൾ പോലും പ്രസവ സമയമെത്താത്ത സ്ത്രീകൾ പോലും ആ ലോകാവസാനത്തിന്റെ ആ ഒരു പ്രകമ്പനം കൊണ്ടും ആ ഒരു ഭീകരത കൊണ്ടും എന്ത് ചെയ്യും? അവർ പോലും പ്രസവിക്കുന്നതാണ്. ജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതില് 2 വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മാതാക്കളുടെ വിഷയം, മാതാക്കളുടെ ഉമ്മമാരുടെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ 2 കൊല്ലം മുലയൂട്ടണം, കുട്ടികൾക്ക് എന്ത് ചെയ്യണം? 2 കൊല്ലം മുലയൂട്ടണം. അത് കുട്ടിയുടെ അവകാശത്തിൽപ്പെട്ടതാണ്. വിവാഹബന്ധം നിഷിദ്ധമാകുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുലകൂടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ ചെയ്യാൻ പറ്റില്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുലയൂട്ടി, അതേ ഉമ്മ വേറൊരു കുട്ടിക്ക്, ഒരു ഉദാഹരണം പറയുകയും ഒരു ആൺകുട്ടി, അവര് ഒരു ഉമ്മ മുലയൂട്ടി, അതേ ഉമ്മ മറ്റൊരു പെൺകുട്ടിയെ, ചിലപ്പോൾ ആ ഉമ്മയുടെ കുട്ടി തന്നെ ആകണമെന്നില്ല, മറ്റൊരു പെൺകുട്ടിയെ മുലയൂട്ടി, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആൺകുട്ടി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. മുലകൂടി ബന്ധത്തിലൂടെ വിവാഹം നിശ്ചിതമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ രൂപത്തിലുള്ളത്. അഥവാ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. കുട്ടികൾക്ക് മുലയൂട്ടുക, അവരെ നോക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യമാണ്. ഇന്ന് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു കുറച്ച് മെച്യൂരിറ്റി എത്തിയ ഉമ്മയ്ക്കൊന്നും വേണ്ട, നമുക്ക് സ്വയം ജീവിക്കാനൊക്കെ പറ്റും എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മുടെ കൗമാരക്കാരും അതുപോലെ യുവാക്കളൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉമ്മയും ഉപ്പയും വേദനിച്ച് നോക്കിയ ദിനരാത്രികളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ എത്രയോ ഉമ്മാര് അവരുടെ സൂക്ഷ്മമായ അവരത്രയും ഗൗരവത്തിൽ നോക്കിക്കൊണ്ടാണ് പല കുട്ടികളും ജീവനോടെ ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖാണ്. എന്നാൽ ആ ഉമ്മയും ഉപ്പയും അത്രയും ഗൗരവത്തിൽ നോക്കിക്കൊണ്ടാണ് പല കുട്ടികളും ഈ പറയാനും ദേഷ്യപ്പെടാനൊക്കെയുള്ള ആരോഗ്യം. അന്ന് ഉമ്മയും ഉപ്പയും അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലും ഗൗരവത്തിലും വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികളെ നോക്കിക്കൊണ്ട് ഒരു കുട്ടി ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? ഒരു കുട്ടി ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? ഐഫോൺ 17 ഇറങ്ങിയിരുന്നപ്പോൾ വാങ്ങാൻ കൊടുക്കുക. അതാണ് പണം കൊടുക്കുക, പ്രാർത്ഥനയാണ്. ഒരു മകനോ മകളോ ഉമ്മാക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് പ്രാർത്ഥന. ചിലപ്പോൾ മക്കൾക്ക് ഒരു പക്ഷേ സമ്പത്ത് ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ വലിയ വീടുണ്ടാകണമെന്നില്ല,
വലിയ കാർ ഉണ്ടാകുന്നില്ല, വലിയ സൗകര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകും. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സുജൂദുകളിൽ അവർക്ക് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകും. ഉമ്മയും ഉപ്പയും നമ്മളോട് എത്ര ദേഷ്യപ്പെട്ടാലും അതൊരിക്കലും പ്രാർത്ഥന അത് തടയുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഉമ്മയും ഉപ്പയും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർക്ക് വേണ്ടി മനസ്സ് എന്താണെന്നാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സുബീക്ക് കൂട്ടുകാരെ മരിച്ചു. അത്രയും കാലമുള്ള അവൻ്റെ രീതികളും സ്വഭാവവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഉമ്മയുടെ മരണശേഷം അവൻ്റെ ഓരോ ദിവസങ്ങളും എനിക്ക് കാണുമ്പോൾ ഇത് വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു. അവൻ അന്ന് വിളിച്ചത്, എടാ ഉമ്മ മരിച്ചു, ഉമ്മക്ക് ഏതസ്കാരങ്ങൾ പ്രാർത്ഥനയ്ക്കാരെ ഒന്നയച്ചു. നമ്മൾ ആലോചിക്കുക, സ്വാലിഹത്തായ മക്കളുടെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥന നമ്മൾ എഴുതി വെച്ചു. സ്വാലിഹത്തായ മക്കൾ ഉമ്മക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കലോ, അല്ലെങ്കിൽ മദേഴ്സ് ഡേ അമ്മ ഗിഫ്റ്റ് വന്ന് ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കലോ, ഫോട്ടോ പോസ്റ്റ് ചെയ്തോ ഒന്നും മനസ്സറിഞ്ഞ് ഉമ്മക്ക് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥന. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാര് ചെയ്തിരുന്ന ചില സംഭവങ്ങളുണ്ടാവും. ഞാൻ ആരും രാവിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര വഴിക്കാനും ബസ് കയറി കാര്യം നാട്ടിൽ ചില ആൾക്കാർ ഓരോ ആൾക്കാർക്ക് ഓരോ പ്രകൃതമായിരിക്കും. വീട്ടിൽ വന്നാൽ ഉറക്കം കിട്ടും, സ്വന്തം വീട്ടിലേക്ക് വരണം എന്നുള്ളതായിരിക്കും ഓരോ പ്രകൃതമായിരിക്കും. എൻ്റെ ഒരു രീതിയിൽ എത്ര വഴിക്കാനും വീട്ടിലേക്ക് വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എത്ര വഴിക്കാനും കയറിയിട്ടുണ്ട്, ബസ് കയറിയിട്ടുണ്ട്, വീട്ടാൻ പറ്റില്ല. അപ്പോൾ മണ്ണാർക്കാടെത്തണം ഇൻഫോഗ്രാഫി അവിടെ പല ദിവസങ്ങളിലും അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ വന്ന് കാത്തു. ഇപ്പോൾ 8 മണി 9 മണിയല്ല, 2 മണിക്ക് 1 മണിക്ക്. ഇന്നും പലപ്പോഴും ട്രെയിൻ ഇറങ്ങി ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് വരണ്ട. എത്രയോ രാത്രികളിൽ പലപ്പോഴും പോകുന്ന ഞാൻ നമ്മുടെ രാത്രി ഒരാളെ എഴുന്നേൽപ്പിച്ചു കൊടുക്കും. നമുക്ക് അത്ര പ്രയാസമുണ്ടാവും. പക്ഷേ നമ്മുടെ ഉപ്പാരും ഉമ്മാരും ഞാനിത് പറയും, നിങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ ഉപ്പാരും ഉമ്മാരും നിങ്ങൾക്ക് വേണ്ടി ഇത്ര ത്യാഗം ചെയ്യും. ഒരു സ്കൂളിൽ ടൂറ് പോയിട്ട് വിളിക്കാൻ വരുന്ന ഒരു കാഴ്ച കണ്ടു. പേരൻസ് കാത്തിക്കണം ബസ്സിൽ. ആ സ്കൂളിന് മുമ്പിൽ പേരൻസ് കാത്തിക്കണം. മക്കൾ വരട്ടെ, അവർക്ക് വേണ്ടി കാത്തിക്കണം. ഉറക്കമൊഴിച്ച് കാത്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉമ്മാനൊരു പലരും ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. ഉമ്മ പോട്ടല്ലോ, ഭക്ഷണം ബാധിക്കുന്നു വെക്കണ്ട, വീട്ടിൽ പൊത്ത് പൊരുത്തപ്പെട്ട് എന്ന് പറഞ്ഞ സ്നേഹത്തിൽ ഉമ്മാനോട് ചോദിച്ചു, പപ്പാൻ സന്ദർഭമായി ഞങ്ങൾ കാണും സുഖാറ മദ്യം പിടിപ്പിച്ചതായി. മദ്യം പറഞ്ഞാൽ തലയ്ക്ക് മയക്കം ബാധിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? അതിനാണ് മദ്യം പിടിക്കുന്ന ഒരു അവസ്ഥ എന്തുണ്ടാവും. ആ സമയത്ത് ആളുകളെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടല്ല, അവർക്ക് മദ്യം പിടിച്ചതല്ല, അല്ലെങ്കിൽ അവർക്ക് തലയിൽ അവരുടെ ബോധം നഷ്ടപ്പെടുന്ന രൂപത്തിലായതല്ല. പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷ ശദീദുൻ. അല്ലാഹുവിന്റെ ശിക്ഷ എന്നുള്ളത് ഇത് കഠിനമായിട്ടുള്ളതാണ്. അപ്പോ ഈ ആയത്ത് വ്യക്തമാക്കുന്ന എന്ത് വിഷയത്തിലാണ്? ഈ 2 ആയത്തുകൾ വിഷയം വ്യക്തമാക്കുന്ന എന്ത് വിഷയമാണ്? അന്ത്യസമയം, ലോകം അവസാനിക്കുന്ന സമയം. അത് ഈ സൂറത്ത് തുടങ്ങിയതുകൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പേടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ദുനിയാവിലൊന്നും പേടിക്കേണ്ടി വരും. പക്ഷെ നീ റബ്ബിനെ പേടിക്കാത്തവനാണെങ്കിൽ നിനക്ക് ദുനിയാവിൽ വേറെ കുറെ ഭയപ്പാടുണ്ടാവും. നീ അള്ളാഹിനെ പേടിക്കുന്നവനാണെങ്കിൽ നിനക്ക് അള്ളാഹ് മാത്രം പേടിച്ചാൽ മതി. അള്ളാഹിനെ പേടിക്കാത്തവനാണെങ്കിൽ ദുനിയാവിൽ പലതിനെയും നീ പേടിക്കേണ്ടി വരും.
അള്ളാഹിനെ പേടിക്കുന്ന ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ ബാക്കിയുള്ളതിനൊന്നും പേടി ആവശ്യമില്ല. കാരണം അവന്റെ കാര്യങ്ങളും അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുള്ള അള്ളാഹിലാണ്. അവൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണ്. അവന്റെ കാര്യം അന്ന് ഏറ്റെടുക്കുന്ന വിശ്വാസം അടിയുറച്ചിട്ടുള്ളവനാണ്. അവന് പിന്നെ എന്തെങ്കിലും പേടി, അവന് എന്തെങ്കിലും ഭയപ്പാടുണ്ട്. പക്ഷേ അതേസമയം അള്ളാഹുവിനെ പേടിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ ലോകം അവസാനിക്കുന്ന ഒരു സമയം, അഥവാ ഇന്ന് നീ ഓടുന്ന കച്ചവടം തുറക്കാത്തൊരു സമയം, ഇന്ന് നീ നിസ്കാരം ഉപേക്ഷിച്ച് നീ നോക്കുന്ന നിന്റെ കുടുംബം അത് നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയം, ഇത്രയും കാലം ദീനനുസരിച്ച് ജീവിക്കാതെ നീ പിന്തിരിഞ്ഞ് ഓടുന്ന ആ ഒരു കാലഘട്ടം, അതിൽ നിന്നെല്ലാം മാറി സത്യം നീ തിരിച്ചറിയുന്ന ഒരു സമയത്തിന്, അഥവാ ജനങ്ങൾ ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോകുന്നത്. ജനങ്ങൾ ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോകും. അവരുടെ തലക്ക് മദ്യപിച്ച് അവരുടെ തലയുടെ ബോധം നഷ്ടപ്പെട്ട രൂപത്തിലേക്ക് അവർ മാറും. അഥവാ ആ കാഴ്ച കാണുമ്പോൾ ആ ഒരു ഭീകരത നീ അനുഭവിക്കുന്നു. കാരണം ഈ തോൽവിയ അവസരമില്ല. അഥവാ അത്രയും കാലം ഉണ്ടായിരുന്ന അവസരം, അത്രയും സമയം ഉണ്ടായിരുന്ന അവസരം പശ്ചാത്തപിച്ചു മാറാൻ ശാഖയിലെന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ എത്തിയാൽ ഇനിയും മറക്കാൻ അതായിരിക്കും. ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത് തിന്ന, ഇപ്പൊ അള്ളാന്റെ അടുത്ത് പറഞ്ഞാലും ഒന്ന് പുറത്തു വരും. അള്ളാഹ്ക്ക് തോബിയുടെ ഒരു ഇഷ്ടമാണ്, വെറുപ്പല്ല. അതൊക്കെ തോബിയുടെ ആൾക്കാർ ഇഷ്ടമാണ്, വെറുപ്പല്ല. എത്ര നീ വെക്കുന്നത് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ലോകം അവസാനിക്കുന്ന സമയത്ത്, ആ സമയത്ത് അള്ളാഹ് എന്തിനാണ് നന്നാകുന്നത്? ഇതുപോലെയാണ് മരണം ഒരാൾക്ക് വരുന്നത്. മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫിറൗൻ എന്ത് ചെയ്തിട്ടുണ്ട്? മരിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിക്കാൻ നടക്കാൻ പറ്റുമോ? ഇല്ല. അഥവാ ആ സമയത്ത് പറയുന്നത് ഒരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് അന്നിപ്പം ചെയ്തിട്ടുണ്ട് അവസരം തന്നെ. നമ്മൾക്ക് മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, പോരായ്മകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞേ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് വന്നാൽ ഉടനെ തോന്നി, നീ അതിനെ ധരിച്ചിക്കരുത്. തെറ്റ് വന്നാൽ ഉടനെ തോന്നിയാൽ വീണ്ടും നീ നന്നാകാൻ തീരുമാനിക്കും. ഇനി ഞാൻ ഉഷാറാം, വീണ്ടും തെറ്റ് ചെയ്തിട്ടോ, വീണ്ടും നീ തോന്നി. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെ കാരണത്തിൽ നിരാശനാകും. ഞാൻ ഇത്രയൊക്കെ ഖുർആൻ ക്ലാസ്സിൽ പോണ ആളല്ലേ, ഞാൻ ഫ്യൂച്ചറിസ്റ്റ് പോണ ആളല്ലേ, ഞാൻ മറ്റേ പള്ളിയിലെ ഇമാമല്ലേ, ഞാൻ മദ്രസയ്ക്ക് പോണ ആളല്ലേ, ഞാൻ നാട്ടിലെ പ്രധാനിയല്ലേ, ഞാൻ ദേവാലയത്തിലുള്ള ആളല്ലേ, ഞാനിത് ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇനിയിപ്പോൾ എനിക്കന്ന് പുറത്തില്ല, അങ്ങനെയൊന്നുമില്ല. അന്നില്ല തെറ്റുകൾ അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ള ജീവിതം എന്ത് ചെയ്യണം? നന്നാക്കാറുണ്ട്. തെറ്റുകൾ ഒരിക്കലും ജീവിതകാലം മുഴുവനും സമാധാനം തരും. കുറച്ച് സമയത്തിന് ഒരു സിനിമ കണ്ടാലും കുറച്ച് സമയം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒരു വൃത്തികൾ ചെയ്താലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് കുറച്ച് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സങ്കടങ്ങളും ദുഃഖങ്ങളായിരിക്കും. പക്ഷേ നന്മകൾക്കുള്ളത് എന്നും ജീവിതത്തിൽ റാഹത്തായിരിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കും. ഇനി ഒരു ഹറാം ചെയ്യാൻ തീരുമാനം, ഇനി ഞാൻ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരും, ഇനി എല്ലാ നന്മകളും ഞാൻ ജീവിതത്തിൽ കൊണ്ടുവരും, ഇനി ഒരു തെറ്റിലേക്ക് ഞാൻ പോകില്ല, അള്ളാഹ് ഞാൻ ഇത് നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഇനി ജീവിതം മനസ്സിന് മനസ്സിന് ഒരു പേടി ഉണ്ടാവില്ല. ഇനി സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എന്ത് വന്നാലും നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാവില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞു, അത് പരീക്ഷ ഉണ്ടാവും. പക്ഷേ അതിലൊന്നും റാഹത്തുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ചെയ്യാൻ നന്നാക്കുക. ലോകാവസാനം വരട്ടെ എന്നിട്ട് നന്നാകാൻ ചെയ്യാൻ ഒരു തീരുമാനിക്കും. നമുക്ക് ഈ ആയത്തിലൂടെ ഇത് പറഞ്ഞുകൂടി أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم يا عظيم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما
യാ നീട്ടാനുള്ള കാരണം എന്താ? ഹംസ വന്നുകൊണ്ട്. അതിനെന്താ പറയാന്നറിയോ? മദ്ദുൽ മുത്തസിലോ മുത്തസിലോ മുത്തസിലാണ്. എന്തുകൊണ്ടാ? മുത്തസിലുണ്ട് മുത്തസിലുണ്ട് രണ്ടെണ്ണം. മദ്ദുൽ മുത്തസിലുണ്ട് മുത്തസിലുണ്ട്. മുത്തസില് പറഞ്ഞാൽ ഒരുമിച്ച് വന്നു, മുത്തസില് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയി വരും. മുത്തസില് പറഞ്ഞാൽ ചേര്, മുത്തസില എന്ന് പറഞ്ഞാൽ ചേരുന്നതാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേരാതെ വരിക, അഥവാ രണ്ട് കാര്യത്തിലേക്ക് വരിക. ഉദാഹരണം പറയുന്നത് ഇവിടെ യാ എന്നുള്ളത് ശരിക്ക് ഒറ്റതാണ്, യാ എന്നുള്ളതാണ്. ഓക്കെ, അതൊന്നാണ്. അയ്യുഹ എന്നുള്ളത് വേറെയാണ്. യാ എന്നുള്ളത് ഒന്നാണ്, അയ്യുഹ എന്നുള്ളത് വേറെയാണ്. അപ്പൊ ഇത് മുത്തസിലാണോ മുൻഫസിലാണോ? മുൻഫസിലാണ്. ഓക്കെ, മദ്ദുൽ മുൻഫസിലാണ്. അവിടെ 4 or 5 അക്ഷരത്തിന്റെ ദൈർഘ്യത്തിൽ എന്ത് ചെയ്യണം? നീട്ടണം. യാ എന്ന് പറയുമ്പോൾ 4 അക്ഷരം ഓതുന്ന ദൈർഘ്യത്തിൽ എന്ത് ചെയ്യണം? 4 or 5 അക്ഷരം ഓതുന്ന ദൈർഘ്യത്തിൽ എന്ത് ചെയ്യണം? നീട്ടണം. അന്നാസ, അന്നാസ അവിടെ എന്ത് ചെയ്യണം? ശബ്ദം ചെയ്യണം, ഉന്നത്തും ചെയ്യണം. മണിക്കൂർ ചെറിയ ഒരു അറിയില്ലേ? അന്നാസ. ഓക്കെ, അന്നാസ അവിടെ എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഉന്നത്തി ചെയ്തുകൊണ്ട്, അതായത് 2 അക്ഷരത്തിന്റെ ഉന്നത്താണ് വരുന്നത്. അന്നാസ് 2 അക്ഷരം പറയുന്ന ഒരു ദൈർഘ്യം ഉണ്ടാവില്ലേ? അത്ര സമയം എന്ത് ചെയ്യേണ്ടത്? ഉന്നത്ത് ചെയ്യേണ്ടത്. പിന്നെ ഇന്ന അവിടെ എന്താണ്? ശബ്ദവുമാണ് ഉന്നത്തുമാണ്. ഓക്കെ, ഷൈഉൻ അദീം, ഷൈഉൻ അദീം. എന്തുകൊണ്ടാ ഷൈഉ അദീം എന്ന് പറയാതെ? സംഭവം തിരിഞ്ഞൊന്നും പറഞ്ഞോണ്ടേ ചിലപ്പോ നമ്മൾ അങ്ങനെ അത്ര ശ്രദ്ധിക്കാത്തവർക്ക് ചിലപ്പോൾ കൂടി കിട്ടില്ല. എന്നാൽ ഞാൻ മെല്ലെ പറയണ്ടേ. ഓക്കെ, ഷൈഉൻ അദീം എന്ന് പറയാനുള്ള കാരണം എന്താ? ഷെയ് അവിടെ മണിക്കൂറില്ല, ഒന്നുമില്ല, വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന പേരെന്താ? നമ്മള് മുമ്പുള്ള പറഞ്ഞത് എന്തായാലും വ്യക്തമായി പറയുന്നതിന് പറയാം. ഏതാ? ഇൽഹാർ. ഓക്കെ, വ്യക്തമായി പറയുന്നതിന് എന്താ പറയാ? ഇൽഹാർ. വ്യക്തമാണ് ഇൽഹാർ എന്ന് പറയും. അപ്പൊ ഇവിടെ ഷൈഉൻ അദീം എന്ന് പറയാനുള്ള കാരണം എന്താ? ഹംസ ഐനുൽ ഹാ. അതിൽ ഏത് അക്ഷരം വന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് വ്യക്തമാക്കാനുള്ള കാരണം? അവിടെ എന്താ വന്നിട്ടില്ല? എന്തിനു ശേഷം എന്താ വന്നിട്ടുള്ളത്? അതാണോ കാരണം? ഹംസയ്ക്ക് ശേഷം അയിന് വന്നോണ്ടാ? തെൻവീനിന് ശേഷം അയിന് വന്നു. ഓക്കെ, തെൻവീനിന് ശേഷം അയിന് വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹംസല്ല, തെൻവീനാണ്. എന്ത് തെൻവീനാണ്? ബൊമ്മ തെൻവീന്. 2 വര വരയ്ക്കുന്നത് ഫതഹ് തെൻവീന്, അടിയിൽ 2 വര വരയ്ക്കുന്നത് കസ്ർ തെൻവീന്.